രാവിലെ പുറപ്പെട്ടാൽ പോരെ? ഞാൻ പോകുന്നു എന്നറിഞ്ഞാൽ എല്ലാ സ്റ്റാഫും ആർട്ടിസ്റ്റുകളും 100 ഡിമാൻഡ് കൊണ്ടുവരും. പിന്നെ ബക്ഷീസ്. ഇതും താൻ പഠിക്കേണ്ട ഒരു പാഠമാണ്. എമർജൻസിക്കുള്ള 5000 രൂപ സേഫിലുണ്ട്. ഗോപി കാലത്ത് വരും. കാറ് പുറത്തുണ്ട്. മദ്രാസിലെ ഡാക്ടർ എന്നും വന്ന് ബ്ലാക്ക് പന്തറിനെ നോക്കട്ടെ. ഭേദമുണ്ട്, രക്ഷപ്പെടുമെന്ന റാവു പറഞ്ഞത്. ലഹരി ഇറങ്ങിയാൽ അയാൾ വേറെ വല്ലതും പറയും. ഓരോ ആഴ്ചയിലും അയാൾ വന്ന് നോക്കട്ടെ. എല്ലാ ഇൻസ്ട്രക്ഷൻസും ഞാൻ ഗോപിക്ക് കൊടുത്തിട്ടുണ്ട്. अंदर जाओ, अंदर जाओ. പാറു, ഗംഗ, യമുന, റാണി. ഇതിനാണോ രോഗം? ഹേയ്, രോഗമൊന്നുമല്ല. പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ എല്ലാ അനിമൽസും ഇങ്ങനെയൊക്കെയാണ്. അമ്മാവൻ ഒരേ ഭയം. മദ്രാസിൽ നിന്ന് ഡോക്ടർ വരുത്തി ഒരുപാട് ചികിത്സ ചെയ്യിച്ചു ചങ്ങാതി. ഇതിനെ കൊണ്ട് എന്ത് ചെയ്യിക്കും? നത്തിങ്. വെറും ഷോവിന്. എല്ലാം വെറും ഷോ അല്ലേ? ഇതിന്റെ കാലിനെന്ത് പറ്റി? വലത്തെ കാലിന് ഫ്രാക്ചർ. കഴിഞ്ഞ ക്യാമ്പിൽ പറ്റിയതാണ്. വയസ്സുമായി. ഉപകാരമില്ലെങ്കിൽ എന്തിനു പോറ്റണം? ആനയാണെങ്കിൽ വല്ല ക്ഷേത്രത്തിൽ നടയിരുത്തി പബ്ലിസിറ്റി ഉണ്ടാക്കാം. ലക്ഷക്കണക്കിന് വിലയുള്ള പന്തയക്കുതിരകളെ കൂടി ആക്സിഡന്റ് പറ്റിയാൽ ഷൂട്ട് ചെയ്ത് കളയും. ഇത് ചൈനീസ് ട്രൂപ്പാണ്. സിഡൗൺ, സിഡൗൺ, സിഡൗൺ. ഇവർ 4-5 ആളുണ്ട്. ഓഹോ. ഇവിടെ ഇത് ലേഡീസ് ക്വാർട്ടേഴ്സ്. ഓഹോ. മുതലാളിയുടെ മരുമകനാ. നമസ്തേ. നമസ്കാരം. സൗകര്യങ്ങളെല്ലാം ഉണ്ടല്ലോ? ഉണ്ട്. ക്യാബിനിൽ സെർവ് ചെയ്യാൻ ഇവരെ നിർത്താം. പണ്ട് നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഓ, ഇവരോ? അങ്ങനെ ആരും വേണ്ട. വല്ല ഗസ്റ്റും വരുമ്പോഴല്ലേ. അപ്പൊ നല്ല സ്മാർട്ടായ ഏതെങ്കിലും കുട്ടികളെ നമുക്ക് വിളിക്കാം. വരൂ. One second. പ്രൊപ്രൈറ്റർ ജൂനിയർ വന്നെന്ന് കേട്ടു. ഐ എം ഭാസ്കരൻ. ഇയാൾക്ക് ഏതെല്ലാം നമ്പേഴ്സ്? ജീപ്പ് ജമ്പ് മോട്ടോർ ബൈക്ക് വെസ്റ്റേണിൽ നിന്ന് അമ്മാവൻ വരുത്തിയതാ. ജസ്റ്റ് എ മിനിറ്റ്. ഞങ്ങളുടെ താവളം ഒന്ന് സന്ദർശിക്കണം. ഏത് കമ്പനിയിലും ഞങ്ങളുടെ കാര്യം നോക്കാൻ ആളില്ല. ആണുങ്ങളായി പോയില്ലേ. വരണം മുതലാളി. പിന്നെ ആവട്ടെ. അമ്മാവന്റെ ഓരോ കമ്പങ്ങൾ. ലുക്ക് അറ്റ് ഹിം. മാനേഴ്സ് ഇല്ലാത്ത റാസ്കൽ. ഇവൾ ട്രപ്പീസിലെ ടോപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇപ്പോൾ. പേരെന്താ? ജാനു. അതും ലേഡീസ് ക്വാർട്ടേഴ്സ് ആണോ? ഹെൽപ്പേഴ്സിനുള്ള ഡി ക്ലാസ്. അവിടെ ആർക്കും സുഖമില്ല. ഓഹോ. വരാ അവിടെ. ഇവനേതാ? ഒരു ക്ലൗണാണ്. നിനക്ക് ഇവിടെയാണ് ഡ്യൂട്ടി. ഫ്രണ്ട് ഗേറ്റിലെ ഡെക്കറേഷന് 10 ആളെ ഇട്ടതിൽ നിന്റെ പേരും കണ്ടല്ലോ. വേഗം പോകും. പ്രൊപ്പറേറ്ററുടെ ഭാഷ തുടങ്ങി. കുറച്ച് ഐസ് കിട്ടാൻ എന്താ വഴി? ഒരു ഡോക്ടറെ വിളിച്ച് കാണിക്കാൻ. ഡോക്ടർ മേനോൻ പറഞ്ഞ ട്രീറ്റ്മെന്റ് മതി. മാംസത്തിൽ ആ ടാബ്ലറ്റ് നമുക്ക് കുടിച്ചിടാം. അല്ലെങ്കിൽ ആട്ടിൻ ചോറി. നത്തിങ് ടു വെറി. അമ്മാവൻ ട്രങ്ക് ചെയ്ത് പറഞ്ഞു എന്നോട് നോക്കാൻ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. മാനേജർ, ഡോക്ടർ ആച്ചി. മൂപ്പർക്കത് വന്ന മുതൽക്ക് പരിഭ്രമമാണ്. ഓക്കെ ഡോക്ടർ. താങ്ക് യു. സാർ, ഡോക്ടർ സാർ, സാർ, ഒരു സ്ത്രീക്ക് തീരെ വയ്യ ഡോക്ടർ. ഒന്ന് വന്ന് നോക്കണം. എടോ, ഇദ്ദേഹം വെറ്ററിനറി പ്രൊഫസറാണ്. മനുഷ്യരുടെ പനി നോക്കുന്ന ഡോക്ടറല്ല. താങ്ക് യു ഡോക്ടർ.
കാക്കാലൻ കളിയച്ചൻ കണ്ണു തുറന്നുറങ്ങുന്നു. കാക്കാലൻ കളിയച്ചൻ കണ്ണു തുറന്നുറങ്ങുന്നു. കരിമറയ്ക്കകം ഇരുന്നു വിരൽ പത്തും വിറയ്ക്കുന്നു. കാക്കാലൻ കളിയച്ചൻ കണ്ണു തുറന്നുറങ്ങുന്നു. കിഴവന്റെ കൈത്തുമ്പിൽ ചരടുകൾ ഇളകുമ്പോൾ കരയുന്നു, ചിരിക്കുന്നു, പൊരുതുന്നു, മരിക്കുന്നു. കിഴവന്റെ കൈത്തുമ്പിൽ ചരടുകൾ ഇളകുമ്പോൾ കരയുന്നു, ചിരിക്കുന്നു, പൊരുതുന്നു, മരിക്കുന്നു. കളിയരങ്ങത്തു 100 വീരശൂരനായകന്മാർ. കാക്കാലൻ കളിയച്ചൻ കണ്ണു തുറന്നുറങ്ങുന്നു. പളുങ്കുമുത്തുകൾ പഞ്ഞിക്കിരീടങ്ങൾ കിന്നരികളിലകിയാടുന്നു. പടയാടുന്നു യുവരാജൻ. അണിയറപ്പടിയിലെ ചെറുവറ്റ പൊളിയിൽ അന്തപുരത്തടത്തിൽ നിന്നു. അണിയറപ്പടിയിലെ ചെറുവറ്റ പൊളിയിൽ അന്തപുരത്തടത്തിൽ നിന്നു. 100 പ്രാർത്ഥന പൂ പൊഴിയുന്നു, പ്രാർത്ഥന പൂ പൊഴിയുന്നു. കാക്കാലൻ കളിയച്ചൻ കണ്ണു തുറന്നുറങ്ങുന്നു. കരിമല താഴുമ്പോ കാക്കാലനുണരുമ്പോ ചിരിച്ചവർ കരഞ്ഞവർ മരിച്ചവർ മടങ്ങുന്നു. ചിരിച്ചവർ കരഞ്ഞവർ മരിച്ചവർ മടങ്ങുന്നു. കീരമാറാപ്പുകൾക്കുള്ളിൽ കള്ളറയിൽ മറയുന്നു, കള്ളറയിൽ മറയുന്നു. കാക്കാലൻ കളിയച്ചൻ കണ്ണു തുറന്നുറങ്ങുന്നു. കരിമറയ്ക്കകം ഇരുന്നു വിരൽ പത്തും വിറയ്ക്കുന്നു. കാക്കാലൻ കളിയച്ചൻ കണ്ണു തുറന്നുറങ്ങുന്നു. സോഡ എന്താ നോക്കി നിൽക്കുന്നത്? ഫ്രിഡ്ജിലുണ്ട്. അമ്മാവിനൊന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? നാണിയെടുത്താണ് വിളിക്കാറ്. ഓഹോ. ജനറേഷൻ ഗ്യാപ്പ്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. സെക്കൻഡ് ഷോയ്ക്ക് സമയമായി. ഓക്കെ, then get ready. Yes, come in. മിസ്റ്റർ അനന്തൻ, എത്ര പേരാണ് പേറോളിൽ? ഒരു ന്യൂ ലുക്ക് കൊടുക്കണം. ഐ വാണ്ട് യങ് ബ്ലഡ്. പഴയ ആൾക്കാർ കുറച്ചുണ്ട്. എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെന്ന് കരുതി അമ്മാവൻ നിർത്തിയതാ. ബിസിനസ്സിൽ സിമ്പതിക്ക് സ്ഥാനമില്ല മിസ്റ്റർ അനന്തൻ. എനിക്ക് പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ ഞാൻ ചാർജ് എടുക്കുമെന്ന് അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ഷോ യു വാട്ട് ഐ കൻ ഡു. ആൻഡ്
I want perfect discipline. വനജയെ വിളിക്കുന്നു. ആര്? മുതലാളി ഒരു ഗ്ലാസ് ഹോർലിക്സ് ചൂടാക്കി കൊടുക്കാനെന്ന് പറഞ്ഞു. ക്യാൻറ്റീനിൽ പറ. ക്യാൻറ്റീൻ അടച്ചില്ലേ? ആ വേഗം ചെല്ല്. അടുക്കളപ്പണിക്ക് നമ്മൾ പോണോ നാണിയെടുത്തി? നേരത്തെ പരിചരണത്തിന് പോയല്ലോ ചിലര്. ഇന്റർവെല്ലിന് വിളിച്ചപ്പോ ഞാൻ ലീലയും കൂടെ പോയി. നീ ഇപ്പൊ പോണ്ട. കൽപ്പനയല്ലേ, പൊയ്ക്കോ. ആരും അത്ര പതിവ്രത ചമയണ്ട. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ക്യാബിൻ ഡ്യൂട്ടിക്ക് ആര് പോകണോ എന്നതിന് ഉന്തും തള്ളുമാകും ഇതിനകത്ത്. ഒന്ന് വേഗം വരുന്നുണ്ടോ? പുതിയ പാദുഷാവിന്റെ വാഴ്ച ശരിക്കും തുടങ്ങി. ഇതാ കണ്ടില്ലേ? സുൻ 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 ബഡ സുൻ ഇസ് ജംബേ മേ ബഡ ബഡ ഗുൻ കഹെ കബറായേ കഹെ കബറായേ. എന്നാ തമ്പി ഇന്നും തൂങ്കമില്ലയാ? ഉറക്കം വരുന്നില്ല റാവുജി. പ്രൊപ്രൈറ്ററുടെ മരുമകൻ പഠിച്ചവൻ, പബ്ലിക് സ്കൂൾ ബാക്ക്ഗ്രൗണ്ട്, അവനും ഒരു റാസ്കിൾ. നീ കണ്ടില്ലേ? ബെസ്റ്റ് കൺട്രി സ്റ്റഫ്. നോക്കണോ? എങ്കിൽ ഞാൻ തന്നെ നോക്കിക്കളയാം. എന്താ ഞാൻ ചന്ദ്രേട്ടനൊന്നും കാണുന്നില്ലേ? കാണുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? അന്തഃപുരത്തിൽ സുൽത്താന്റെ ഊഴവും കാത്തിരിക്കുന്നവർ ഇനി എത്ര പേരുണ്ടാവും? നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹസിക്കാം. വമ്പന്മാരാണുങ്ങളല്ലേ? കീഴടങ്ങാൻ തയ്യാറായവരെ കീഴടങ്ങും. എന്നെ ചതിച്ചു, എന്നെ പിഴപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരൊറ്റ പെണ്ണിനോടും എനിക്ക് സാധാവുന്നില്ല. വിളിച്ചപ്പോൾ അവൾ എന്തിനു പോയി? ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മുത്തശ്ശി കഥ പറഞ്ഞു തരാനാവും പാതിരാക്കി ക്ഷണിച്ചതെന്ന് അവൾ ധരിച്ചു പോയിരിക്കും. പാവം. ഭാസ്കരൻ, ഞാനിതെത്ര കണ്ടതാണ്. പോയില്ലെങ്കിൽ ചിലപ്പോൾ നാളെ പുറത്ത്. അവരെന്ത് ചെയ്യും? പുറത്തു പോയാൽ ഒരു കമ്പനി അല്ലെങ്കിൽ മറ്റൊരു കമ്പനി. ചുമടെടുത്തും കൂലിപ്പണി ചെയ്തും മാനമായി ജീവിക്കുന്നവരില്ലേ? അവർക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടാവും, സ്വന്തക്കാരുണ്ടാവും. ഇവിടെ എവിടെ ചെന്നാലും വലിയ ശമ്പളവും സൗകര്യവും കിട്ടുന്നവർക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയില്ല. ഞാനും ഈ ലോകത്ത് തന്നെയാണ് വളർന്നത്. എനിക്കറിയാം. അറിയില്ല. കുട്ടിക്കാലത്ത് വിലയ്ക്ക് വാങ്ങിയ പോലെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുത്ത് കൊണ്ടുപോരുന്നവരാണ് അധികം. സോറി, ഞാൻ കഴിഞ്ഞ 10-12 വർഷം വടക്ക് മറാഠികളുടെ കമ്പനികളിലായിരുന്നു. അടിമക്കച്ചവടം നടപ്പില്ലല്ലോ. വീട്ടുകാരുണ്ടാവില്ലേ എവിടെയായാലും? അറിയാത്തതുകൊണ്ട് ചോദിക്കാണ് കുട്ടി, പരിഹസിക്കാനില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ആർക്കെങ്കിലും ഒരു കത്ത് കിട്ടാറുണ്ടോ? എനിക്കാരുടെയും കത്ത് വരാനില്ല. സ്വന്തക്കാരുള്ള ഒരു കത്തെഴുതും, പക്ഷേ മറുപടി വന്നാലും അറിയില്ല, കിട്ടില്ല. അവിടെ ലക്ഷ്മി അടുത്ത് പനിച്ച് പിച്ചും പേയും പറയുന്നു. അതന്വേഷിക്കാൻ ഇവിടെ ആരുണ്ട്? സഹതാപം കിട്ടാൻ പറഞ്ഞതല്ല ഇതൊന്നും.
ഓ, ഞാനിപ്പോ എഴുന്നേറ്റേ ഉള്ളൂ. എന്ത് വേണം? ഹാങ് ഓവർ മാറുമ്പോ വരാം, അപ്പൊ പറയാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു ആർട്ടിസ്റ്റിന് ടൈഫോയിഡ് ആയിട്ട് കുറച്ച് ദിവസമായി. ആർട്ടിസ്റ്റിനോ? ഹെൽപ്പേഴ്സിൽ ആർക്കോ സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഹെൽപ്പർ അവരും ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒന്നാംകിട ആർട്ടിസ്റ്റ്. മുമ്പ് അതിന് ഞാൻ എന്ത് വേണം? അവരെ ഒരു നേഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യണം. സുഖമില്ലാത്തവരൊക്കെ വീട്ടിലയക്കണം. അവർക്ക് വീടില്ല. അതെന്റെ ഉത്തരവാദിത്തമല്ല. രോഗം വന്നാൽ സാമാന്യ ചികിത്സയെങ്കിലും കിട്ടണ്ടേ ഇവിടുത്തെ മനുഷ്യർക്ക്? മരുന്ന് കൊടുത്തു, ലീവും. പിന്നെ ഏതെങ്കിലും ഡോക്ടറെ വിളിച്ച് കാണിക്കൂ. വേണ്ട, അത് അന്നേ ചെയ്തിരുന്നെങ്കിൽ ഇത്ര സീരിയസ് ആവില്ല. അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് വേണം, എക്സ്പെർട്ട് ട്രീറ്റ്മെന്റ്. ഒരു നല്ല നേഴ്സിംഗ് ഹോമിൽ അയക്കണം. പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ കഴുത്തിറക്കുന്ന ബില്ലാണ്, അറിയാമോ? ഏറിയാൽ എത്ര വരും? 11 വർഷം പണിയെടുത്ത വകയിൽ അവർക്ക് എത്ര ശമ്പളം കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ അനന്തൻ? ഇവിടെ തിരക്കാടുകൾ നോക്കി ഒന്ന് പറയാം. മാനേജർ വാൻഡേജ് ചെയ്യൂ. കൽപ്പന കിട്ടിയില്ലേ? ഇനി സമയം കളയണ്ട. ഇവിടെ സർക്കാർ ആശുപത്രി ഉണ്ടാവും. ഉണ്ടാകുമെന്നല്ല, ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവർക്ക് കൂടെ നിൽക്കാൻ ആളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നഴ്സിംഗ് ഹോം. നിങ്ങളൊരു ആംബുലൻസിന് ഏർപ്പാട് ചെയ്യണം. അവരെ റെഡിയാക്കാൻ ഞാൻ കുട്ടികളോട് പറയാം. ഞാനും വരാം. വേണ്ട, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്ത് വരാം. നിങ്ങൾക്കൊക്കെ മോർണിംഗ് പ്രാക്ടീസ് ഉണ്ടല്ലോ. ശരി. വരൂ, 5 മിനിറ്റ് ക്യാൻറ്റീനിലിരിക്കാം. വരൂ. നേഴ്സിംഗ് ഹോമിൽ ഒരാഴ്ചത്തെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയാൽ അവർക്ക് സുഖമാവും. ഞാൻ വേണ്ട, നന്ദി വാക്കൊന്നും പറയണ്ട. ആരായാലും ചെയ്യേണ്ടതാണ് ഇതൊക്കെ. വരൂ. രണ്ട് ചായ. എടേ, 2 ചായ കൊടുക്ക്. ഇരിക്കൂ. ഇന്നലെ രാത്രി ഞാൻ തീരെ ഉറങ്ങിയില്ല. എവിടെ കിടന്നാലും എല്ലാം മറന്നുറങ്ങുന്ന ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ആലോചിച്ചാലോചിച്ച് നേരം വെളുപ്പിച്ചു. കഴിക്കും. ചെല്ലുന്നിടത്തൊക്കെ ചോദിക്കുന്ന സൗകര്യങ്ങൾ വെച്ചു തരും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ മെനക്കെടാറില്ല. എന്റെ തെറ്റ്. പല കമ്പനികളിലും ഞാൻ പണിയെടുത്തിട്ടുണ്ട്. പലരുമായും അടുത്തിടപഴകിയിട്ടുണ്ട്. എനിക്ക് ജാനുവിനെ ഇഷ്ടമായി. ഞാനൊരു പരിക്കനാണ്. ഇത് ഇങ്ങനെയൊന്നുമല്ല ഇത് പറയേണ്ടത്. എനിക്കറിഞ്ഞൂടാ. ഒരു കാര്യം പറഞ്ഞാൽ നടുങ്ങരുത്. വളരെ കുറച്ച് പരിചയമുള്ള ഒരാൾ പെട്ടെന്ന് പറഞ്ഞു എന്ന നിലയ്ക്ക് തള്ളിക്കളയരുത്. ആലോചിച്ച് പിന്നെ മറുപടി തന്നാൽ മതി. മനസ്സിൽ വെക്കാൻ മാത്രമായി ഇപ്പൊ തന്നെ പറയട്ടെ. ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. എന്റെ ഭാര്യയെ രാത്രി വിളിച്ചിറക്കി കൊണ്ടുപോകാൻ ധൈര്യമുള്ള ഒരു മുതലാളിയോ അവന്റെ തന്തയോ ഇനി പിറക്കണം. ഒരാളുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ല, അത്രയെങ്കിലും കഴിയുമല്ലോ. അതാദ്യം ജാനുവിനോട് പറയാമെന്ന് കരുതി. എന്തെങ്കിലും തോന്നിയാൽ
കുനിഞ്ഞിരുന്ന് തല പോയിക്കുക, കണക്ക് കൂട്ടുക. അതെനിക്കറിയില്ല. മരണം കൊണ്ട് കളിക്കുന്ന തൊഴിലാവുമ്പോൾ കൊല്ലങ്ങളോളം ആലോചിക്കുന്നതിലും അർത്ഥമില്ല. ഞാൻ പോട്ടെ. മനസ്സിൽ വെക്കാൻ പറഞ്ഞതാണ്. സഹതാപം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ട്. മറുപടി രണ്ടായാലും എനിക്ക് ജാനുവിനെ ഇഷ്ടമായിരിക്കും. ആലോചിക്കൂ. എന്തായിരുന്നു ഭാസ്കരന്റെ ഉപദേശം? ഒന്നുമില്ല. എന്നാലും ഒരുമിച്ച് ചെയ്യാവുന്ന നമ്പറുകളെ പറ്റി എന്തോ പറഞ്ഞു. അത് മുമ്പും പറഞ്ഞതല്ലേ. അവനെ സൂക്ഷിക്കണം. എവിടെ ചെന്നാലും പെമ്പിള്ളാരെ മയക്കലാണ് എന്റെ പണി. ചന്ദ്രേട്ടൻ എങ്ങനെ അറിഞ്ഞു? പലരും പറഞ്ഞു കേട്ടു. നമ്മുടെ ശമ്പളം നിശ്ചയിക്കുന്ന കാര്യം ജാനു പ്രൊപ്പറേറ്ററോട് പറഞ്ഞോ? ചന്ദ്രേട്ടന് പറഞ്ഞൂടെ? പ്രൊപ്പറേറ്ററോട് തന്നെ പറയണം. ജാനു പറഞ്ഞാൽ മതി. നമ്മളൊക്കെ ഒരുമിച്ചാണെന്ന് ജാനു പറഞ്ഞാൽ നടക്കും. ഞാൻ ചെന്ന് കൊഞ്ചു കൊയ്യണോ? ആണുങ്ങളെപ്പോൾ അവരോട് നേർക്ക് നേരെ കാര്യം പറയാൻ ചന്ദ്രേട്ടനാവില്ലെങ്കിൽ എനിക്കതും ചെയ്യേണ്ടി വരും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശുഭരാത്രി ശുഭരാത്രി നിങ്ങൾക്കു നേരുന്നു ശുഭരാത്രി. ശുഭരാത്രി ശുഭരാത്രി നിങ്ങൾക്കു നേരുന്നു ശുഭരാത്രി. ഒരു തെണ്ടുമോരേ കാന്തപത്യകന്നു കാവൽ നിൽക്കും താരസഖികളേ, നിങ്ങൾക്കു നന്ദി ശുഭരാത്രി ശുഭരാത്രി. പുരാണഖിലയുടെ മൈതാനത്തിൽ ചുവന്ന ജയപുരിയിൽ സിന്ധുതടത്തിൽ പൂർണീകരയിൽ എന്നും മേൽപ്പുര എനിക്കു നൽകിയ നീലവാനമേ, എന്നും മേൽപ്പുര എനിക്കു നൽകിയ നീലവാനമേ, നിന്റെ കൈവിളക്കൊളി കണ്ടുമയങ്ങാൻ അനുമതി തന്ന മനസ്സിനു നന്ദി ശുഭരാത്രി ശുഭരാത്രി. പകലുകൾ വെള്ളി പറവകളെങ്ങോ പറന്നകന്നോ, തളർന്ന തന്ത്രികൾ രാഗാലാപം കഴിഞ്ഞു തേങ്ങി.
ശുഭരാത്രി